നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ പേഴ്സൺ എന്തുകൊണ്ടാണ് ഉപേക്ഷിച്ചത് അതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെനിക്കൊരു റിക്വസ്റ്റ് വന്നതിനനുസരിച്ചിട്ടാണ് ഞാൻ റീഡിംഗ്. കുറേ നാളെ റിക്വസ്റ്റ് വന്നിട്ട് ഞാൻ ഇന്നാണ് രണ്ടാമതൊന്ന് ഏതൊക്കെ റിക്വസ്റ്റാണ് വന്നത് നോക്കിയപ്പോഴാണ് ഇത് കണ്ടത്. അപ്പോൾ ഞാൻ റീഡിംഗ് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കുക നിങ്ങളുടെ പേഴ്സൻ്റെ പാസ്റ്റിലെ ഓവറോൾ എനർജി എന്തായിരുന്നു അവർ ഉപേക്ഷിച്ച് പോകുമ്പോൾ, പിന്നെ അവരുടെ അന്നത്തെ സിറ്റുവേഷൻ എന്തായിരുന്നു, ഇത് രണ്ടുമാണ് നോക്കുന്നത്. പിന്നെ നിങ്ങൾക്കൊരു ഗൈഡൻസും. ഇത്രയും കാര്യമാണ് നമ്മൾ നോക്കുന്ന ഓറക്കൽ മെസ്സേജ് ആയിരിക്കും ഗൈഡൻസ് ആയിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ പാസ്റ്റ് ഓവറോൾ എനർജി, ആ പേഴ്സൺ ആ സമയത്ത് എന്ത് എനർജി ആയിരുന്നു, അതാണ് ഞാൻ ഈ കാർഡ്സ് എടുത്ത് വെച്ചേക്കുന്നത്. ഷഫിൾ ചെയ്തിട്ട് പ്രാർത്ഥിച്ച് വെച്ചേക്കുന്ന കാർഡാണ്. അപ്പോൾ ഇത് ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ് കേട്ടോ. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇത് എല്ലാവർക്കും റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, റെസനേറ്റ് ചെയ്യുന്ന ആളുകൾ മാത്രം എടുക്കുക. ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കരുത് കേട്ടോ. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം അല്ലേ. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാർഡ്, ഇത് 2, ഇത് 3, 2, ഇത് 3. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ കാർഡ് എന്താണെന്ന് നോക്കാം. ഭഗവാനെ, സ്റ്റാർ റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. ആ സമയത്ത് ഈ പേഴ്സൺ ഭയങ്കര ഡൗൺ ആയിരുന്നു, മനസ്സിലായി. പേഴ്സൺ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല. കുറേ ഡ്രീംസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊന്നും നടന്നില്ല. എല്ലാം ഒരു ഭയങ്കര പ്രശ്നത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഈ പേഴ്സൺ ആ സമയത്ത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വഴക്കിട്ടിട്ടാണ് പോയതെങ്കിൽ ഒരു റീകൺസിലിയേഷൻ ഈ പേഴ്സൺ ആഗ്രഹിച്ചില്ല. അല്ലെങ്കിൽ ഈ പേഴ്സണ് മനസ്സിലായത് നിങ്ങൾ ഈ പേഴ്സണിൻ്റെ ആഗ്രഹത്തിനനുസരിച്ചിട്ടുള്ള ഒരാളല്ല എന്നും കൂടെ ഈ പേഴ്സണ് തോന്നിയിട്ടുണ്ട് ആ സമയത്ത്. അപ്പോൾ റിലേഷൻഷിപ്പിൽ ജീവിതത്തിൽ മൊത്തം ഒരു നിരാശ ഉണ്ടായിരുന്ന ഒരു സമയമാണത്. ആ സമയത്താണ് ആ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ച് പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഉപേക്ഷിച്ച് പോകുന്ന സമയത്ത് ആ പേഴ്സൻ്റെ ലൈഫിൽ മൊത്തം നിരാശയായിരുന്നു. എല്ലാം ഒരു കാര്യം വിചാരിച്ചിട്ട് നടക്കുന്നുണ്ടായിരുന്നില്ല. ഹൈ പ്രീസ്റ്റസ്, അത് വെർഗോ പൈസസ് ആണ്, ഇത് അക്വേറിയസ് ആണ്, ഇത് ക്യാൻസർ പൈസസ് സ്കോർപ്പിയോ. ഇത് വളരെ ക്ലിയർ ആയിരുന്നു ആ പേഴ്സൻ്റെ മനസ്സ്. എന്ന് വെച്ചാൽ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ചിലപ്പോൾ വളരെ ഇമ്മച്യൂർഡ് എനർജി ആയിരുന്നപ്പോഴായിരിക്കും റിലേഷൻഷിപ്പ് തുടങ്ങിയത്. പിന്നെ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ എല്ലാവരുടെയും സ്വഭാവം തമ്മിൽ ചേരണം എന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ഒരാളെ കണ്ട് ഇഷ്ടപ്പെട്ട് ഓക്കെ നമുക്ക് നോക്കാം, ഇത് മുമ്പോട്ട് പോകുമ്പോൾ എന്താവും എന്ന് നോക്കാനുള്ളൊരു സിറ്റുവേഷനിലായിരിക്കും ആ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്ന് കയറിയത്. അത് കഴിഞ്ഞപ്പോൾ ഈ പേഴ്സണ് നിങ്ങളെക്കുറിച്ചിട്ടുള്ള പക്ഷേ ഇത് പറയുന്നത് ഇൻറ്റ്യൂഷനാണിത്. അപ്പോൾ ഈ ഇൻറ്റ്യൂഷൻ ആ പേഴ്സണോട് പറഞ്ഞത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ശരിക്കും പോകില്ല എന്ന് തന്നെ അറിഞ്ഞുകൊണ്ടാണ് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് കയറുന്നത്, മനസ്സിലായി. അല്ലാതെ ഇത് സക്സസ്ഫുൾ ആവും, ഇതാണ് പെർഫെക്റ്റ് എന്നൊന്നും വിചാരിച്ചിട്ടല്ല. ഓക്കെ, ഇതിലെന്തോ ഒരു പ്രശ്നമുണ്ട്, ഇത് നടക്കാൻ വഴിയില്ല എന്നൊരു ചിന്തയുണ്ടായിരുന്നു. അതിൽ വളരെ ക്ലാരിറ്റി ഉണ്ടായിരുന്നു പേഴ്സണ്, ഇതിനൊരു ഫ്യൂച്ചർ ഇല്ല എന്ന്, മനസ്സിലാവുണ്ടോ. അതുപോലെ ബ്രേക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു റീകൺസിലിയേഷനിലേക്ക് പോകില്ല എന്നും ഒരു തീർച്ച ഈ പേഴ്സൺ ഉണ്ടായിരുന്നു. ആ ഒരു എനർജിയിലാണ് ഈ പേഴ്സൺ ഇറങ്ങിപ്പോയത്. അപ്പോൾ രണ്ടും കൽപ്പിച്ച് പോയ ആളാണ്. എന്നാൽ ആ പേഴ്സൻ്റെ അപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ച് പോയ സമയത്ത് ഈ പേഴ്സൻ്റെ ലൈഫിലെ സിറ്റുവേഷൻ എന്തായിരുന്നു. ഈ പേഴ്സൺ കുറച്ചൊരു എന്താ പറയുക, ഇതൊരു ഡിസെപ്ഷനാണ് കാണിക്കുന്നത്. പേജ് ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് വന്നു കഴിഞ്ഞാൽ ഡിസെപ്ഷനാണ്.
എല്ലാം അറിഞ്ഞിട്ടും ഈ ചിലരുണ്ടല്ലോ നന്നായിട്ട് സംസാരിക്കുന്നവരുണ്ട്, അത് വാക്കുകൾ അവർ പ്രവൃത്തിയിൽ വരണം എന്നില്ല. ഭയങ്കരമായിട്ട് സംസാരിച്ച് നമ്മളെ അങ്ങോട്ട് മോട്ടിവേറ്റ് ചെയ്യുക, നല്ല കാര്യങ്ങൾ മാത്രം നമ്മളെക്കുറിച്ച് പറയുക, നമ്മളെപ്പോഴും പുകഴ്ത്തി പറയുക, അങ്ങനത്തെ ഒരു എനർജീസ് ഉണ്ട്. അങ്ങനെയുള്ള എനർജീസ് ലാസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ പൂർവികന്മാർ പറയുമായിരുന്നു, പഴഞ്ചൊല്ലുണ്ടല്ലോ, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടാന്ന്. കാരണം നല്ലൊരു ചങ്ങാതി ആകുമ്പോൾ അല്ലെങ്കിൽ നമ്മളുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉള്ള ആളാകുമ്പോൾ നമ്മളുടെ നല്ലത് ആഗ്രഹിക്കുന്ന ആൾക്ക് അറിയാം നമ്മൾ തെറ്റ് ചെയ്യുന്നെങ്കിൽ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കണം, എന്നാലേ നമ്മൾ തിരുത്തുള്ളൂ. അതല്ല പുലി പോയി ചാടിക്കോട്ടെ, അല്ലെങ്കിൽ എനിക്ക് എന്താ അവരെന്ത് പ്രവർത്തിച്ചാലും അങ്ങനെ വിചാരിക്കുമ്പോൾ അങ്ങനെ വിചാരിച്ചിരുന്ന ഒരു എനർജിയാണിത്. അപ്പോൾ ഈ പേഴ്സൺ നല്ല ഒരു ഉദ്ദേശത്തിലല്ല നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത് കേട്ടോ. എന്തായാലും ആ പേഴ്സണൽ ലൈഫിൽ അപ്പം നടന്നിരുന്നത് മുഴുവനും ഇവർ ഭയങ്കര ആരോടോ കോണ്ടാക്ട് വെക്കുന്നുണ്ടായിരുന്നു. ഈ പേഴ്സൺ ഒരു കിങ് ഓഫ് കപ്സിനോടായിരിക്കാം. അപ്പോൾ ചിലപ്പോൾ ഇതൊരു മാരീഡ് ആയ ഒരു ഫീമെയിൽ എനർജി ആയിരുന്നിരിക്കാം നിങ്ങളുടെ ലൈഫിൽ, അല്ലെങ്കിൽ മെയിൽ എനർജിയിൽ ഫീമെയിൽ എനർജി കൂടുതലായിട്ടുള്ള ഒരു എനർജി ആയിരുന്നിരിക്കാം അത്. എന്തായാലും വളരെ കള്ളത്തരമുള്ള ഒരു എനർജി ആയിരുന്നു അല്ല ആ സമയത്ത്. നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്ന സമയത്ത് ആ പേഴ്സണൽ ലൈഫ് മുഴുവൻ കള്ളത്തരമായിരുന്നു. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക, ഈ റിലേഷൻഷിപ്പിൽ ഇതിങ്ങനെ നിങ്ങളെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്നത് നല്ലതല്ല എന്ന് ഈ പേഴ്സൺ അറിഞ്ഞിട്ടും അത് അറിഞ്ഞില്ല എന്ന് നടിച്ച ഒരാളാണ്. നിങ്ങളിവിടെ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഭയങ്കര സങ്കടമാകും, നിങ്ങൾക്ക് വിഷമമാകും എന്ന് ഈ പേഴ്സൺ അറിയാമായിരുന്നു. എന്നിട്ടും ആ പേഴ്സൺ അത് തന്നെയാണ് ചെയ്തത്. മനസ്സിലായോ? അതുപോലെ ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് കണക്ഷൻ ആയിരുന്നപ്പോഴോ വേറെ ഒരാളുമായിട്ട് കണക്ഷൻ വെക്കുമായിരുന്നു. ഒരു കിങ് ഓഫ് കപ്സ് ആണത്. അപ്പോൾ ഈ ഒരു എനർജി ആണ് ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, ഇതിൽ ആരോ ആയിട്ട് ഈ പേഴ്സൺ കോണ്ടാക്ട് ഉണ്ടായിരുന്നു കോൺസ്റ്റന്റ്ലി. അപ്പോൾ ഇതൊരു കിങ് ആണ്. ചിലപ്പോൾ നിങ്ങൾ കിങ് അല്ലായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ക്വീൻ അല്ലായിരുന്നിരിക്കാം. അപ്പോൾ ഈ എനർജിയോടാണ് ഈ പേഴ്സൺ കോണ്ടാക്ട് വെച്ചിരുന്നത് കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ ഇവിടെ ഒരു ഈ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വെച്ചാൽ ഈ പേഴ്സണായിട്ടുള്ള റിലേഷൻഷിപ്പിൽ പ്രശ്നമാകും, അതൊരു എൻഡിലേക്ക് പോകും, അല്ലെങ്കിൽ ഈ പേഴ്സണായിട്ടുള്ള റിലേഷൻഷിപ്പ് പ്രശ്നങ്ങളിലേക്ക് പോകും, നശിച്ചു പോകും എന്നൊരു പേടി ഉണ്ടായിരുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഈ പേഴ്സൺ പോയത്. മനസ്സിലാവുണ്ടോ? വേറൊരാളായിട്ട് ആ പേഴ്സൺ, അപ്പോൾ 2 പേരായിട്ട് ഒരേ സമയം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് നിങ്ങളായിട്ട് പരിചയപ്പെടുന്നതിന് മുമ്പേ തുടങ്ങിയ റിലേഷൻഷിപ്പാണ്. മനസ്സിലാവുണ്ടോ? ഇത് ചിലപ്പോൾ ഒരു ഹസ്ബൻഡ് ആവാം, വൈഫ് ആവാം, എനർജിയാണുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ തകിടം മറിഞ്ഞ് നശിച്ചു പോകും. ചിലപ്പോൾ ഈ പേഴ്സൺ അറിയാനിട വന്നിട്ടുണ്ടാവും നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ. അങ്ങനെയാണെങ്കിൽ റിലേഷൻഷിപ്പ്, ഈ പേഴ്സണായിട്ടുള്ള റിലേഷൻഷിപ്പ് നശിച്ചു പോകും എന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ആ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ച് പോയത്. ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് സ്കോർപ്പിയോ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഡിസാസ്റ്റർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ച് പോയത്. എന്നുവെച്ചാൽ ആ പേഴ്സൻ്റെ ജീവിതത്തിൽ ആ പേഴ്സൺ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളുണ്ട് ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണും അവരുടെ ആ സമയത്തുള്ള പേഴ്സണും തമ്മിൽ പ്രശ്നമാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു ടവർ വന്നപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ച് പോയത്. എന്താണ് ആ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കാം നമുക്ക്. എന്താണ് ആ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ? ആ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? കാഴ്ച വീഴുന്നില്ല, ഞാൻ എടുക്കുകയാണ് കാർഡ്. വീൽ ഓഫ് ഫോർച്യൂൺ റിവേഴ്സ് ആണ്. വീൽ ഓഫ് ഫോർച്യൂൺ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പേഴ്സൺ സ്വഭാവത്തിൽ ഒരു വ്യത്യാസം വന്നിട്ടില്ല. ഈ പേഴ്സൺ ഇപ്പോഴും ഈ പേഴ്സൻ്റെ കൂടെ തന്നെയാണ്. ഈ പേഴ്സണെ ഉപേക്ഷിക്കാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ റെഡിയല്ല. ആ ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ട്, വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ. ഇതിവിടെ ഹാപ്പി അല്ല നിങ്ങളുടെ പേഴ്സൺ. മനസ്സിലായോ? ആ പേഴ്സൻ്റെ ലൈഫിലുണ്ടായിരുന്ന ആൾക്ക് വേണ്ടിയിട്ടാണ് തിരിച്ചു പോയത്, പക്ഷെ അയാളായിട്ടും ഹാപ്പി അല്ല. പക്ഷേ ഹാപ്പി അല്ലെങ്കിലും ആ റിലേഷൻഷിപ്പ് ഇപ്പോഴും ആ പേഴ്സൺ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ വേറൊരു റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ ഇത് ഒരു സ്ഥിരമായ റിലേഷൻഷിപ്പാണ്, ഇതിൽ നിന്നൊരു വ്യത്യാസവും വരില്ല ഇപ്പോൾ ഇയാളുടെ ലൈഫിലുള്ള ആൾ. പക്ഷേ അതേസമയം ഇയാൾ പലരുമായിട്ട് റിലേഷൻഷിപ്പ് വയ്ക്കും.
ഒരു റിലേഷൻഷിപ്പിൽ സീരിയസ് ആയിട്ട് നിന്നിട്ട് പല ബ്രാഞ്ചസ് കൊണ്ടുപോകുന്ന ഒരു ചെടി പോലെ, മനസ്സിലായോ? വേറെ ഒരു സ്ഥലത്താണ്, പക്ഷെ അതിൻ്റെ ബ്രാഞ്ചസ് കൈയെത്തി വേറെ ആൾക്കാരെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പേഴ്സൺ. അപ്പോൾ ഈ പേഴ്സണായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ഈ പേഴ്സണായിട്ട് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻ്റ് ആവാത്തത് വരെ ആയിരിക്കാം ഈ പേഴ്സൺ റിലേഷൻഷിപ്പിൽ വെക്കുന്നത്. ഡിപ്പെൻഡൻ്റ് ആയിക്കഴിഞ്ഞാൽ ആണെങ്കിൽ ഈ പേഴ്സണെ ഉപേക്ഷിക്കേണ്ടി വരും. അതിന് റെഡിയല്ല നിങ്ങളുടെ പേഴ്സൺ. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ ആണ്. അപ്പോൾ ഇതാണ് ഈ പേഴ്സൻ്റെ സിറ്റുവേഷൻ. ഉഴപ്പാണ് ആള്, മനസ്സിലായോ? എന്നിട്ട് ഈ ഉഴപ്പായവരെപ്പോഴും കൂടെയുള്ളവരെ കുറ്റം പറയുന്നു വെച്ചാൽ അവർ കാരണമാണ് ഞാനിങ്ങനെ ഉഴപ്പായി പോയത്, എനിക്ക് വീട്ടിൽ സ്നേഹം കിട്ടുന്നില്ല, ചേനാന്നൊക്കെ പറയും, മനസ്സിലായി? എന്നാൽ ആ റിലേഷൻഷിപ്പ് വിടുകയില്ല. കാരണം ഈ മെയിൻ പേഴ്സണ് മാത്രമേ ഈ പേഴ്സൻ്റെ ശരിക്കുള്ള സ്വഭാവം അറിയാൻ പറ്റുള്ളൂ. അവരതറിഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നവരാണ്. മറ്റുള്ളവർ വന്ന് കയറുന്നവരെ ഇറങ്ങിപ്പോകും, കാര്യം ശരിക്കുള്ള സ്വഭാവം അറിഞ്ഞിട്ട്. അതാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഇവിടെ? ഈ നൈറ്റ് ഓഫ് കപ്സ് എന്താ, ആരാണെന്ന് നോക്കാം നമുക്ക്. നൈറ്റ് ഓഫ് കപ്സ് ഈ നിങ്ങളുടെ പേഴ്സൺ തന്നെയാണത്. അത് വേറെ റിലേഷൻഷിപ്പിലേക്ക് പോകാനുള്ള ഒരു ഇതിലാണ്. എവിടെ ആൾക്കാർ ഇവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളവരെ കണ്ടാലും ഉടനെ അവരോട് സീക്രട്ട് ആയിട്ടാണ് എല്ലാം ചെയ്യുന്നത്, കണ്ടോ? പക്ഷേ ഇവർക്ക് ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവർ മനഃപൂർവ്വമാണ് ചെല്ലുന്നത്. നിങ്ങളുടെ പേഴ്സൺ മനഃപൂർവ്വം പല റിലേഷൻഷിപ്പിൽ ചെന്ന് ചാടുന്നതാണ്. വളരെ സീക്രട്ടീവായിട്ടാണ്. ഈ പാർട്ട്ണർ അറിയാൻ പാടില്ല എന്ന് നിർബന്ധമുള്ള പോലെ. വീൽ ഓഫ് ഫോർച്യൂണ് ക്ലാരിഫൈ ചെയ്യുന്ന മൈൻഡ് ഗെയിംസ് കളിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഈ പേഴ്സൺ ഇവിടെ പ്രശ്നം ഉണ്ടാവുമ്പോൾ ഇവിടെ കുറച്ചൊന്ന് പോവില്ല, ഇവിടെ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് വിട്ടു പോവില്ല. ഇവിടെ കുറച്ച് പ്രശ്നങ്ങൾ മൈൻഡ് ഗെയിംസ് ഇവർ കണ്ടുപിടിക്കുമ്പോൾ ഉടനെ അവിടെ നിന്ന് മുങ്ങിയിട്ട് പിന്നെ വേറെ ആരെങ്കിലുമായിട്ടുള്ള റിലേഷൻഷിപ്പിലാണ് പൊങ്ങുക. അത് കഴിഞ്ഞിട്ട് തിരിച്ച് പിന്നെ ഇവരുടെ അടുത്തേക്ക് പോകും. അങ്ങനത്തെ ഒരു എനർജിയാണിത്. ക്യാൻസർ, 2 ഡബിൾ ക്യാൻസറും കാണിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് ഈ പേഴ്സൻ്റെ ശരിക്കുള്ള സ്വഭാവം. നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയത് തിരിച്ചു വരാൻ വേണ്ടിയിട്ടല്ല. ഭഗവാനെ, നിങ്ങൾക്കുള്ള ഗൈഡൻസ് നോക്കാം കേട്ടോ. ഒരു കാർഡാണ് വന്നേക്കുന്നത്. 2 കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഒന്ന് പറയുന്ന പേഷ്യൻസ്. നന്ദി ബുള്ളാണ്. ഈ നന്ദി ശിവൻ്റെ വാഹനമാണ്. ഞങ്ങളുടെ ഹിന്ദുക്കളുടെ ഒരു മിത്തോളജിയിൽ പറയുന്ന അങ്ങനെയാണ്. അപ്പോൾ ശിവഭഗവാന്റെ വാഹനമാണ് കാള. ഈ ശിവഭഗവാൻ എവിടെ പോയി ഇന്നിപ്പം കുതിരകളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മളെ കൂടെയുള്ള കുതിരകൾ, പട്ടിക്കുട്ടികൾ കെട്ടിയിട്ട് കഴിഞ്ഞാൽ അവന്മാരോടെ നിന്നോളും. ചിലപ്പോൾ നമ്മളവിടെ നിൽക്കുമെന്ന് പറഞ്ഞാൽ അവന്മാരോടെ നിന്നോളും. അപ്പോൾ നമ്മളുമായിട്ട് ആ ഒരു കണക്ഷൻ വരുന്ന സാധനങ്ങളാണ് ഇവരെല്ലാം. അപ്പോൾ ആ കണക്ഷൻ വരുമ്പോൾ നമ്മൾ മറ്റേയാളെ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്, മറ്റൊരാളുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിങ്ങൾ അറിയേണ്ട കാര്യമാണ്. നിങ്ങൾ ഒരാളായിട്ട് റിലേഷൻഷിപ്പ് വയ്ക്കുമ്പോൾ അക്ഷമയായിട്ടോ അല്ലെങ്കിൽ അക്ഷമനായിട്ടോ പെരുമാറാൻ പാടില്ല. മറ്റേയാളെ മനസ്സിലാക്കുക. അപ്പോൾ ഏത് റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ പോയാലും ഈ റിലേഷൻഷിപ്പിൽ റീകൺസിലിയേഷൻ പോസിബിൾ അല്ല എന്നാണ് കാണിക്കുന്നത്. ഒരു കാർഡും കൂടെ നമുക്ക് നോക്കാം. ഇതിവിടെ ഒരു റീകൺസിലിയേഷൻ പോസിബിൾ ആണോ എന്ന് നോക്കാം കേട്ടോ. ഫൈനൽ ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക്. അപ്പോൾ ഏത് റിലേഷൻഷിപ്പിൽ നിങ്ങൾ പോയാലും നിങ്ങൾ വളരെ ക്ഷമയോടെ ആ റിലേഷൻഷിപ്പിൽ നിൽക്കണം, മറ്റേയാളെ മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നാണ്. പിന്നെ അതുപോലെ തന്നെ ഒബ്സഷൻ പാടില്ല. ഇവിടെ ഒരു അഡിക്ഷൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾ അഡിക്ഷൻ ആയിട്ടാണ് ഈ പേഴ്സൺ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അത് ശരിയായുള്ള കാര്യമല്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ മറ്റേയാളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നാണ് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു റീകൺസിലിയേഷൻ പോസിബിൾ ആണോ എന്നാണ് നോക്കുന്നത്. ഇവിടെ റീകൺസിലിയേഷൻ മേ ബി എന്നാണ് പറയുന്നത്. റിവേഴ്സാണ് വന്നേക്കുന്നത്. അപ്പം നോ ആണ്, റീകൺസിലിയേഷൻ പോസിബിൾ അല്ല. മനസ്സിലായോ? ഇവിടെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കൊരു റൈറ്റ് ചോയ്സ് അല്ല ഇത്. അതാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾ തന്നെ തീരുമാനിച്ചിട്ടില്ല. നിങ്ങൾക്ക് തന്നെ റീകൺസിലിയേഷൻ വേണം എന്നില്ല. മനസ്സിലായി? പിന്നെ നിങ്ങളൊരു അർത്ഥ മനസ്സോടെ റീകൺസിലിയേഷൻ ഉണ്ടെങ്കിൽ വരട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ് നിങ്ങൾ. അപ്പോൾ അതാണ് ഒരു പ്രത്യേകത നിങ്ങളും റിലേഷൻഷിപ്പിൽ സീരിയസ് ആയിരുന്നില്ല. നിങ്ങളിപ്പോൾ ഈ റീഡിങ് കാണുന്നതാ നോക്കാം എന്ന് പറഞ്ഞിട്ടാണ്
പഴയ റിലേഷൻഷിപ്പിൽ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടോ? ചിലപ്പോൾ ബോറടിച്ചിരിക്കുകയായിരിക്കും നിങ്ങൾ, അതുകൊണ്ടാണ് ഈ ഒരു റീഡിങ് കാണുന്നത്. കാരണം നിങ്ങളുടെ എനർജി നോക്കിയപ്പോഴും നിങ്ങളും വലിയ സീരിയസ് ഒന്നും അല്ലല്ലോ, ഇൻഡിസിഷനാണ് നിങ്ങളിലേക്ക് കാണിക്കുന്നത്. അപ്പോൾ വെറുതെ റീഡിങ് കണ്ടതാണെന്നാണ് ഇവിടെ കാണിക്കുന്നത്. എന്തെങ്കിലും ആവട്ടെ, ഏതായാലും ഈ പേഴ്സൺ റീകൺസിലിയേഷൻ ഇൻട്രസ്റ്റഡ് അല്ല കേട്ടോ. അപ്പോൾ സോഡിയാക് സൈൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ ഓറക്കിൾ മെസ്സേജസ് നമ്മൾ കണ്ടു, റീകൺസിലിയേഷൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ ആദ്യത്തെ കാർഡ് തന്നെ റീകൺസിലിയേഷൻ പോസിബിൾ അല്ല എന്ന് പറഞ്ഞാണ് വന്നത്, മനസ്സിലായോ? അപ്പോൾ അതാണ് നിങ്ങളുടെ ഫസ്റ്റ് എടുത്തവരുടെ റീഡിങ്. ഇനി രണ്ടാമത്തെ ജപമാല എടുത്തവർക്കുള്ള റീഡിംഗ് ആണ്. രണ്ടാമത്തെ കാർഡാണ് ഓറക്കിൾ ഓവറോൾ എനർജി, നിങ്ങളുടെ പേഴ്സൻ്റെ ആ സമയത്തുള്ള ഓവറോൾ എനർജി. ഈ പേഴ്സൺ എന്തോ ഒരു ന്യൂസ് കിട്ടി എവിടെ നിന്നോ, മനസ്സിലായി? ആരോ വന്ന് ഈ പേഴ്സണോട് എന്തോ ഒരു കാര്യം, ചിലപ്പോൾ നിങ്ങളെക്കുറിച്ചൊരു റൂമർ ആയിരിക്കും കേട്ടത്. എന്താ പറയുക, അപഖ്യാതി അല്ലേ, അങ്ങനെയല്ല റൂമറിനെ പറയുന്നത്. അങ്ങനെ എന്തോ ഒരു കാര്യം കേട്ടിട്ടാണ് ഈ പേഴ്സൺ ആ പോയ സമയത്ത്, അല്ലെങ്കിൽ ആരെങ്കിലും അത്യാവശ്യമായിട്ട് ഈ പേഴ്സൺ എവിടെയെങ്കിലും ചെല്ലണമെന്ന് ആരെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടാവാം. അപ്പം അതുകൊണ്ടാണ് ഈ പേഴ്സൺ വളരെ കാര്യമായിട്ടാണ് ഈ പേഴ്സൺ കേൾക്കുന്നത് എന്താണ് പറയുന്നത്. കുറച്ചൊരു ഇമ്മച്യൂർഡ് എനർജിയാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് പറയാനുള്ള സമയം കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളോട് തിരിച്ചു വരണമെന്ന് വിചാരിച്ച് പോയതായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു, അറിയില്ല. ഇവിടെ ഒരു ആക്ഷൻ എടുക്കേണ്ട സമയമായിരുന്നു ആ പേഴ്സൺ, അതുകൊണ്ടാണ് പോയത്. അത് വളരെ നിർബന്ധപരമായ ഒരു ടവർ മൊമെൻ്റ് ഉണ്ടാവാൻ പോകുകയായിരുന്നു അവിടെ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് പോയത്. വലിയൊരു ടവർ മൊമെൻ്റ് അവിടെ ഒരു സംഭവം ഉണ്ടായി, അത് ഒഴിവാക്കാനല്ല, അതൊരു സംഭവം, ആക്സിഡൻറ്റ് ഉണ്ടായി. ടവർ അപ്രൈറ്റാണ് വന്നത്, ആക്സിഡൻറ്റ് ഒരു പ്രശ്നം ഉണ്ടായി അവിടെ. അതുകൊണ്ടാണ് ഈ പേഴ്സൺ നിങ്ങളോടൊന്നും പറയാതെ ഇറങ്ങിപ്പോയത്. അത് ആരോ പേഴ്സണോട് അറിയിച്ചു ഇങ്ങനൊരു സംഭവം ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പേഴ്സൺ പെട്ടെന്ന് ഇറങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. പോകണം, തിരിച്ചു വരണം എന്ന് വിചാരിച്ചായിരിക്കും പോയത്, അല്ലെങ്കിൽ പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല, വരാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല, അറിയില്ല. സ്കോർപിയോ ഇവിടെ കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പേഴ്സൻ്റെ അപ്പോഴത്തെ സിറ്റുവേഷൻ എന്തായാലും നോക്കാം. ആ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രേക്കായി പേഴ്സൺ പോകുമ്പോൾ പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്തായിരുന്നു? മൂന്ന് കാർഡ്സാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ റിലേഷൻഷിപ്പിലൊരു ഡിസ്ഹാർമണി എന്ന് വെച്ചാൽ ലവേഴ്സ് ആയിട്ട്, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരിക്കും. വളരെ ഹാർമോണിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു നിങ്ങൾ തമ്മിൽ. നിങ്ങളൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഈ പേഴ്സൺ പോകുമെന്നല്ലേ. നിങ്ങൾക്കൊരു അടിയായിപ്പോയി പേഴ്സൺ പോയപ്പോൾ, പ്രത്യേകിച്ച് നിങ്ങളോട് പറയാണ്ടാണ് പോയത്. അപ്പോൾ ഒരു ടവർ മൊമെൻറ്റ് വന്നത് കൊണ്ടാണ് ഈ പേഴ്സൺ പോയെന്നാണ് പറഞ്ഞത്. കാരണം റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ തുടങ്ങിയായിരുന്നു. അപ്പോൾ ഇത് കണ്ടോ, 2 of Cups റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് വർക്ക് ചെയ്തിട്ട് കാര്യമില്ല എന്ന് നിങ്ങളുടെ പേഴ്സണ് മനസ്സിലായി. ഇനി ഇതിപ്പോൾ റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്തിട്ട് കാര്യമില്ല, ഇത് വലിയ ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല എന്നൊരു സിറ്റുവേഷൻ ഉള്ള പോലെ. അതുപോലെ ഇവിടെ ഒരു ഇത് മതി, വേറെ വരുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ഇത് റിലേഷൻഷിപ്പ് ഒരു വിഷ് കം ട്രൂ ആയിരുന്നു. എന്നുവെച്ചാൽ ആഗ്രഹിച്ച് പേഴ്സൺ നേടിയെടുത്ത റിലേഷൻഷിപ്പ് ആയിരുന്നു നിങ്ങൾ തമ്മിൽ. പക്ഷേ ഇവിടെ ഒരു ആരോ എന്തോ പറഞ്ഞു കൊടുത്തു നിങ്ങളെ കുറിച്ചിട്ട്, അതൊരു വലിയ ആഘാതമായി പേഴ്സണ്. അങ്ങനെയാണ് ഈ പേഴ്സൺ പോകുന്നത്. അതോടുകൂടെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കുകയാണ്, നിങ്ങളുമായിട്ട് അകൽച്ചയായി പേഴ്സൺ. അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പ് ഇനി റീകൺസിലിയേഷൻ ഒന്നും പോസിബിൾ അല്ല. ഇങ്ങനൊരു പ്രശ്നമുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇതിലേക്ക് എനിക്ക് തിരിച്ചു വരാൻ പറ്റില്ല. പക്ഷേ ഈ പേഴ്സൺ വളരെ ആഗ്രഹിച്ചുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു. അതുപോലെ തന്നെ ഈ പേഴ്സൺ ഭയങ്കരമായി എന്തോ ഒരു അറിവ് കിട്ടി, ഒരു എന്താ പറയുക, ഒരു ഇൻറ്റ്യൂഷനും കൂടിയിട്ടാണ്. ഉള്ളിലിരുന്ന് ഇങ്ങനെ ആരെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ഇൻറ്റ്യൂഷനും കൂടെ ഈ പേഴ്സണ് ഇതിൽ ഇനി കിടന്നിട്ട് കാര്യം എടുത്ത് കണ്ടോ, റിവേഴ്സാണ് വന്നേക്കുന്നത്. ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ലാസ്റ്റ് ട്രൈയും കൂടെ ചെയ്യാം എന്നൊരു ചിന്ത. പക്ഷേ ഇൻറ്റ്യൂട്ടീവ്ലി പേഴ്സണ് മനസ്സിലായി ഇവിടെ ഇനി ഒരു ട്രൈ ചെയ്തിട്ടും ഒരു കാര്യവുമില്ലെന്ന്. അതുകൊണ്ടാണ് ഈ പേഴ്സൺ നിങ്ങളോട് പോലും പറയാതെ സ്ഥലം വിട്ടതെന്നാണ് പറയുന്നത്. ഇവിടെ വെർഗോ, പൈസസ് ഉണ്ട്, സ്കോർപിയോ ഉണ്ട്. വളരെ ഹാപ്പി ആയിരുന്നു നിങ്ങളായിട്ട്. എന്നുവെച്ചാൽ ഒരേപോലെ ചിന്തിക്കുന്ന, ഒരേപോലെ പ്രവർത്തിക്കുന്ന, ഒരാളൊരു സെൻറ്റൻസ് തുടങ്ങിയാൽ മറ്റേയാൾ പൂർത്തീകരിക്കുന്ന,
ചിലർ കണ്ടിട്ടില്ലേ, പറയാതെ തന്നെ മറ്റേയാൾക്ക് മനസ്സിലാവും എന്താണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാകണ്ട? അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു നിങ്ങൾ തമ്മിൽ. പക്ഷേ ഒരു വലിയൊരു ന്യൂസ് നിങ്ങളെക്കുറിച്ച് കേൾക്കാനിടയായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും അപഖ്യാതി പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളെക്കുറിച്ച്. എന്തായാലും അത് സത്യമാണെന്ന് ആ പേഴ്സണ് തോന്നി. അപ്പോൾ അത്രയും വിശ്വാസമുള്ള ആരോ ആണ് പറഞ്ഞേക്കുന്നത്, നിങ്ങളെ നന്നായിട്ട് അറിയുന്ന ആരോ ഒരാളാണ് ഇവിടെ പാര വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഈ പേഴ്സൺ അത് തള്ളിക്കളയാതിരുന്നത്. അതുകൊണ്ടാണ് ഈ പേഴ്സണ് മനസ്സിലായത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ തിരിച്ചു വരല് നടക്കും. ഇനി ട്രൈ ചെയ്തിട്ട് കാര്യമില്ല, ഇത് പറഞ്ഞ് സംസാരിച്ച് കുളമാകും. അതുകൊണ്ട് ഇനി ഇതിൻ്റെ പുറകെ നടന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ പേഴ്സൺ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം എന്താണ് ഈ പേഴ്സൻ്റെ സിറ്റുവേഷൻ? ഈ പേഴ്സൺ ഇപ്പോൾ ഒന്ന് ക്ലാരിഫൈ ചെയ്യണം. ഒരു ഷാറ്റേർഡ് ഡ്രീംസ് ആണ്. വളരെ ഇതിപ്പോൾ ഈ അടുത്ത് ബ്രേക്ക് ആയതാണോ? അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പാണ്. എല്ലാം മനസ്സും അടുത്ത് ആകെ തകർന്ന് തരിപ്പണമായ ഒരു എനർജി. അപ്പോൾ ഇത് മാരീഡ് ആണ് നിങ്ങൾ തമ്മിലെങ്കിൽ ഈ പേഴ്സൺ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഒരു ഡിവോഴ്സ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജി ആയിട്ടാണ് വരുന്നത്. ഇവിടെ കോമ്പറ്റീഷൻ, ഫൈറ്റ് ചെയ്യാനൊന്നും നിൽക്കാതെ ഇറങ്ങിപ്പോയതാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഈ പേഴ്സൺ ഫൈറ്റ് ഒന്നും ചെയ്യുന്നില്ല, ഇത് കൺട്രോൾ ചെയ്യാൻ നോക്കുന്നില്ല, ഫൈറ്റിംഗ് ഒന്നുമില്ല, ഇത് പൊക്കോട്ടെ എന്നാണ് വിചാരിക്കുന്നത്. ലവ് ഇല്ല നിങ്ങളോട്. നിങ്ങളെക്കുറിച്ച് ഓർക്കാറുണ്ട് ഈ പേഴ്സൺ, പക്ഷേ നിങ്ങളോട് സ്നേഹമില്ല. ക്വീൻ ഓഫ് കപ്സ് റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. സ്നേഹമില്ല. ഇപ്പം നിങ്ങളോട് ഭയങ്കര വെറുപ്പാണ് ഈ പേഴ്സൺ. മനസ്സിലായി? എന്നാലും നിങ്ങൾ അങ്ങനെ ചെയ്തല്ലോ എന്നൊരു ചിന്തയുണ്ട് ഈ പേഴ്സണിൻ്റെ മനസ്സിൽ. പക്ഷേ ഇത് ഡിവോഴ്സിലേക്ക് പോവുകയാണ്. ഡിവോഴ്സ് ചെയ്യാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഒരു റീകൺസിലിയേഷൻ, ലീബ്രയാണിത്, ഇത് ഏരീസ് ആണ്. ഇവിടെ ഒരു റീകൺസിലിയേഷൻ പോസിബിൾ ആണ്. ഈ സിറ്റുവേഷനിൽ ഒരു റീകൺസിലിയേഷൻ പോസിബിൾ ആണ്. ഒരാൾ ഇവിടെ നമ്മൾ ഇല്ല. ഈ പേഴ്സൺ നിങ്ങളോട് ഇപ്പോൾ ഒരു ക്ലോഷർ, നിങ്ങളിപ്പോൾ ഈ പേഴ്സണോട് നേരിട്ട് കണ്ട് സംസാരിക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ കാര്യങ്ങൾ തുറന്ന് പറയും. ഇപ്പോൾ നിങ്ങൾ വിളിച്ച് സംസാരിക്കുകയാണെങ്കിലൊക്കെ ഈ പേഴ്സൺ കാര്യങ്ങൾ തുറന്ന് പറയും. ഇങ്ങനെ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അപ്പോൾ ഞാനത് വിശ്വസിച്ചു, ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കണം എന്നുണ്ട്, ഒരു കുറ്റബോധമുണ്ട്. നിങ്ങളോട് സംസാരിച്ചിട്ട് സത്യാവസ്ഥ അറിയാൻ ശ്രമിക്കാമായിരുന്നു, അല്ലാതെ എടുത്തു ചാടി ഞാൻ ഈ എടുത്ത ഡിസിഷൻ ഒരു കുളമായല്ലോ എന്നൊരു ചിന്തയുണ്ട്. അപ്പോൾ ഈ കർമ്മഫലം എന്ന പോലെയാണ് ഈ പേഴ്സണിൻ്റെ ലൈഫിൽ ഇപ്പോൾ. തെറ്റാണോ ശരിയാണോ ഈ പേഴ്സൺ അറിയില്ല. അപ്പോൾ ഒരു ഡിവോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പോവുകയാണ് ഈ പേഴ്സൺ. ഡിവോഴ്സിലേക്ക് പോകാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇടയ്ക്ക് ഓർക്കുന്നുണ്ട്, ഞാനിങ്ങനെ ഈ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാതെ നിങ്ങളുടെ സൈഡും കൂടെ കേൾക്കാതെ ഇറങ്ങിപ്പോയത് ശരിയാണോ തെറ്റാണോ ചെയ്തത് എന്നൊരു കുറ്റബോധം ചെറുതായിട്ടുണ്ട് മനസ്സിൽ. അപ്പോൾ അത് ഉള്ളിൽ മറച്ചു വെക്കുകയാണ്. അത് നിങ്ങളോട് പറയുന്നില്ല ഈ പേഴ്സൺ. സ്കോർപ്പിയോ പിന്നെയും വരുന്നുണ്ട് ഇവിടെ. നമ്മൾ കൂടുതൽ ഭയങ്കര നല്ല റിലേഷൻഷിപ്പൊക്കെ ആകുമ്പോഴേ നമ്മളോട് അടുത്തുള്ളവർക്ക് തന്നെ ഭയങ്കര അസൂയായിരിക്കും ചിലരെ കണ്ടിട്ടുണ്ടോ? നിങ്ങളിപ്പോൾ നമ്മളോട് ആരെങ്കിലും പണ്ട് നമ്മളൊപ്പം പഠിച്ചവരാരെങ്കിലും ഒക്കെ വന്നിട്ട് എന്താ ഇപ്പോൾ ചെയ്യണേന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇതാണ് ചെയ്യണത്, മക്കൾ ഇന്ന നിലയിലാണെന്നൊക്കെ പറയുമ്പോൾ അവരുടെ കണ്ണിൽ വരുന്ന ഭാവം, മുഖത്ത് വരുന്ന ഭാവം അസൂയാണ്. നമ്മൾ വിചാരിക്കും കണ്ണുകളൊന്നും ഇല്ലയെന്ന്. ശരിക്കും ഉണ്ട്. ചിലരങ്ങനെ മനസ്സിൽ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞോ ഇങ്ങനെ ഓരോന്ന് ഇതായിക്കഴിഞ്ഞാൽ ഉടനെ നമുക്ക് പണി കിട്ടും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ കുറേ പരിപാടീസ് ഉണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ആരോ പാര വെച്ചതാണ് ഇവിടെ. നിങ്ങളുടെ പേഴ്സണെ പറഞ്ഞ് തെറ്റിച്ചതാണ്. അത് നിങ്ങളുടെ പേഴ്സൺ ഒരു ബോധമില്ലാത്ത ആളാണെന്ന് എനിക്ക് തോന്നുന്നു. സ്ത്രീ ആയാലും പുരുഷനായാലും കേട്ട പാതി കേൾക്കാത്ത പാതി ഇറങ്ങി ഓടി. അത് നിങ്ങളോടും കൂടെ വിളിച്ചാൽ അപ്പോൾ അത്ര സങ്കടമായിട്ടുണ്ടാവും. മനസ്സിലാണോ? നിങ്ങൾ ശരിയാണെന്ന് പറഞ്ഞാലോ അതുകൊണ്ടായിരിക്കും പോയത്. പക്ഷെ എന്നാലും ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളോട് സ്നേഹമില്ല. കാലം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അത്രയും വലിയ വേദനയിൽ കൂടെ ആയിരിക്കും ഈ പേഴ്സൺ പോയത്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ നിങ്ങളെ ഇപ്പോൾ വെറുപ്പാണ് ഈ പേഴ്സണ് കേട്ടോ. അപ്പോൾ ഒരു റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ തുറന്ന് പറഞ്ഞ് സംസാരിക്കണം എന്നുണ്ട് ഇതിനെക്കുറിച്ചിട്ട്. എന്തായാലും നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഇവിടെ? പണ്ടത്തെ ആൾക്കാർ പറയും, നമ്മളൊരു കാര്യം ആഗ്രഹം ഉള്ളിലുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയരുത് ആരോടും, അത് നടന്നു കഴിഞ്ഞിട്ട് പറയാമെന്ന്. ചിലപ്പോൾ മറ്റുള്ളവർ കണ്ണ് വയ്ക്കുമ്പോൾ
അത് നടക്കാതെ ആകും എന്നൊരു ചിന്ത നമ്മളുടെ പൂർവികർക്ക് ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കൊണ്ടാണ് അവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞത്. ഭഗവാനെ, നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? അപ്പം നിങ്ങളിത് ഓർത്തിരിക്കുകയായിരിക്കും, എന്തുകൊണ്ടാണ് പോയതെന്ന് അറിയില്ല അല്ലേ? വീഴാൻ പോയിട്ടത് വേണ്ടാന്ന് വെച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള കാർഡ്. സ്റ്റിൽനെസ്, എക്സ്റ്റേണൽ ഫോഴ്സസ്. ഈ ഇപ്പോൾ ഉള്ള ശാന്തത, ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ഇപ്പോൾ ഉള്ള ഈ ശാന്തത, ഇത് ഇനിയും വരാനുള്ള, പുറത്തു നിന്നാണ് വരുന്നത്, നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ നിന്നോ നിങ്ങളുടെ മനസ്സിൽ നിന്നല്ല, നിങ്ങളിൽ നിന്നല്ല പ്രശ്നം വരാമെന്ന്, എക്സ്റ്റേണൽ ഫോഴ്സസ് ആണ്. അപ്പോൾ ഇനിയും പുറത്തു നിന്ന് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു ശാന്തത നിങ്ങൾ കണക്കിലെടുക്കണ്ട, പ്രശ്നങ്ങൾ വരാൻ പോകുന്നേ ഉള്ളൂ നിങ്ങളുടെ ലൈഫിൽ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിന് തയ്യാറെടുത്തിരിക്കുക, ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. ഈ കണ്ണിൽ കൊള്ളേണ്ടത് പിരികത്ത് കൊണ്ടിട്ട് പോവുക എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ശരിക്കും ഉള്ളതാണ്. അപ്പോൾ പ്രാർത്ഥിക്കുക. മൂന്നാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. മൂന്നാമത്തെ റീഡിങ്ങിൻ്റെ നിങ്ങളുടെ പേഴ്സൻ്റെ ആ സമയത്തുള്ള ഓവറോൾ എനർജി എന്താണെന്ന് നോക്കാം. 2 ഓഫ് കപ്സ്. നിങ്ങൾ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഭയങ്കര സ്നേഹമായിരുന്നു. നിങ്ങൾ ഭയങ്കരമായിട്ട് അടുത്തിരിക്കുമ്പോഴാണ്, മീൻസ് നിങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല, ഭയങ്കര ഹാപ്പി ആയിരുന്നിരിക്കുമ്പോഴാണ് റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടായത്. അതെന്താ പറ്റി? കല്യാണത്തിലേക്ക് അടുക്കുകയായിരുന്നു, അത് എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണോ? എല്ലാം കഴിഞ്ഞു, കല്യാണത്തിൻ്റെ ആ സമയത്താണ് പേഴ്സൺ പോയത്. എന്തൊക്കെയാണ് നടക്കുന്നതല്ലേ? തലേദിവസം വിളിച്ചിട്ട് നാളെ കല്യാണമാണ്, അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക, അത് ചെയ്ത് ഇത് ചെയ്തൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഇറങ്ങിപ്പോയ ഒരു സിറ്റുവേഷൻ. അപ്പോൾ എന്നിട്ട് ഒഴിവാകുകയാണ് ചെയ്തത്. ഡിവോഴ്സിലേക്ക് എന്ന് വെച്ചാൽ സെപ്പറേഷനിലേക്ക് പോവുകയാണ് ചെയ്തത്. അതോ കല്യാണം കഴിഞ്ഞ ഉടനെ ആയിരുന്നു സെപ്പറേഷനിലേക്ക് പോയത്? ഒരാൾ എന്നാൽ ഈ പേഴ്സൺ കാര്യം എന്താണെന്ന് പറയുന്നില്ല നിങ്ങളോടല്ലേ? ഇതൊരു മെയിൽ എനർജിയാണ്, കിങ് ആണ്, കിങ് ഓഫ് സ്വേർഡ്സ്. കിങ് ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഴ്സൺ ഭയങ്കര ശാഠ്യമുള്ള ആളാണ്, കുറച്ച് ഫ്ലെക്സിബിൾ ആണ്, പക്ഷെ നമുക്കത് മനസ്സിലാവില്ല. മനസ്സിലാവുന്നത് ഇത് ലീബ്രയാണ്. നമുക്ക് മനസ്സിലാവില്ല ശരിക്കും പറഞ്ഞാൽ ഈ പേഴ്സൺ നമ്മൾ സംസാരിച്ചാൽ കേൾക്കുമോ, അതുപോലെ പക്ഷെ പറഞ്ഞു നോക്കുക. മനസ്സിലായോ? ആ ഒരു വാശിപ്പുറത്ത്, ഈഗോ പുറത്ത് കയറിയിട്ട് ഇരിക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ പറഞ്ഞ് ലോജിക്കലായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യുമായിരുന്നു ആ സമയത്ത് കേട്ടോ. അപ്പോൾ ഇതാണ് ആ പേഴ്സൻ്റെ എനർജി. അപ്പോൾ ഇതായിരുന്നു എന്താണ് പ്രശ്നം എന്നറിയില്ല. ഒറ്റ തീരുമാനം, വേണ്ട, എനിക്ക് റിലേഷൻഷിപ്പ് വേണ്ട, വിവാഹത്തിലേക്ക് പോകണ്ട, എൻഗേജ്മെൻറ്റ് നടത്തണ്ട, മതിയായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സിറ്റുവേഷൻ. അപ്പോൾ തന്നെ സെപ്പറേഷനിലേക്ക് പോയി നിങ്ങൾ. കല്യാണം നടന്നില്ല. ഇതൊരു കല്യാണാലോചനയായിട്ട് വന്നിട്ട് അടുത്തതാണോ നിങ്ങൾ, അതോ നിങ്ങൾ കണ്ടിഷ്ടപ്പെട്ട് വീട്ടുകാർ പറഞ്ഞ് കല്യാണത്തിലേക്ക് പോയതാണോ? എന്തായാലും നമുക്കൊന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ അപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ ലീബ്രയാണ് കാണിക്കുന്നത്, പിന്നെ ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ ഒക്കെ മൈനറാണ്, അക്വേറിയസ്, ലീബ്ര, ജെമിനി. ഇത് സ്ട്രോങ് സോഡിയാക്കായിട്ട് ലീബ്രയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ആ സമയത്ത് എന്തായിരുന്നു പേഴ്സണൽ ലൈഫിൽ നടന്നത്, ഇതാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് നടന്നത്? ഇത്രയും കാർഡൊന്നും എടുക്കാൻ പറ്റില്ല പ്ലീസ്. അപ്പോൾ കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് കേട്ടോ, ഇത്രയും കാർഡ് എടുക്കാൻ പറ്റില്ല. 6 കാർഡൊക്കെ കുഴപ്പമില്ല, അതിന് കൂടുതൽ കാർഡ് എടുക്കാതെ ശരിയാണ്. ഒരു 2 കാർഡ് വന്നിട്ടുണ്ട്. അവിടെ 2 സ്ത്രീ ജനങ്ങൾ, ഒരേ സ്വഭാവമുള്ള, ഒരേ ക്യാരക്ടറിസ്റ്റിക് ഉള്ള 2 ഫേസസ് ആണ്. ഒരെണ്ണം മാരീഡ് ആയ ഒരു എനർജിയാണ്, മറ്റേത് അൺമാരീഡ് ആയ ഒരു എനർജിയാണ്. രണ്ടും നെഗറ്റീവിലാണ് വന്നേക്കുന്നത്.
അപ്പോൾ ഇത് ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു എനർജി, ഒരെണ്ണം നിങ്ങളുടെ മാതാവ് അമ്മയായിരിക്കാൻ വഴിയുണ്ട്. അപ്പോൾ നിങ്ങളുടെയോ ആ പേഴ്സണിൻ്റെയോ അമ്മയായിരിക്കണം. വട്ടം നിന്നിട്ടുണ്ട്, പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. സ്റ്റക്ക്, ഹാങ് മാൻ. ഈ പേഴ്സൺ രണ്ടുപേരുടെയും ഇടയിലായിപ്പോയി. അപ്പോൾ ആരെ ചൂസ് ചെയ്യണം എന്നുള്ള ആ ഒരു പ്രശ്നം കൊണ്ടാണ് ഈ പേഴ്സൺ ഇറങ്ങി പോകുന്നത് കേട്ടോ. രണ്ട് അമ്മയുടെയും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച ആളുടെയും ഇടയിൽപ്പെട്ട് ബുദ്ധിമുട്ടിയ ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. അതുകൊണ്ടാണ് വിവാഹം വേണ്ടാന്ന് വെച്ച് പോയത്. ഇപ്പോഴും കല്യാണം കഴിച്ചിട്ട് നമുക്ക് നോക്കാം പേഴ്സൺ സിറ്റുവേഷൻ എന്താണെന്ന്. ഇനി കാർഡ് കിട്ടുമെന്ന് ഞാൻ നോക്കുന്നത്. ഹൈ പ്രീസ്റ്റസ് ഇൻറ്റ്യൂഷനാണ്. ചിലപ്പോൾ വരണ്ട കാർഡ് ആയിരുന്നില്ലായിരിക്കും. എൻ്റെ കയ്യിൽ കിട്ടിയോണ്ട് ഞാൻ എടുത്താണ്. എന്തെങ്കിലും ഇരിക്കട്ടെ. വെർഗോ പൈസസ് ആണിത്. ഇത് പൈസസ് ആണ്. ഇത് ടോറസ് ലീബ്ര. അപ്പോൾ ഇവിടെ എന്താ നടന്നത് ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു സിംഗിൾ എനർജിയാണ്. അപ്പം ഈ സിംഗിൾ എനർജി നിങ്ങളുടെ എനർജി ആയിരിക്കാം. അപ്പോൾ ഇവർക്ക് ഈ പേഴ്സൻ്റെ അമ്മയാണ് ഭയങ്കര സെൽഫിഷാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് ഇവിടെ പ്രശ്നം ഉണ്ടായത് ഒരു ഇമോഷണൽ പ്രശ്നമാണ്. എന്നുവെച്ചാൽ നിങ്ങൾ രണ്ടുപേരെയും ഈ പേഴ്സൺ ഇഷ്ടമായിരുന്നു. പക്ഷേ സ്നേഹം കൂടുതൽ ഇപ്പോൾ ചില സമയത്ത് അച്ഛൻ മരിച്ചു പോയിട്ട് അമ്മ മാത്രം വളർത്തിക്കൊണ്ടിരുന്ന മക്കളുണ്ടാവാറുണ്ട്. അപ്പോൾ അമ്മയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോൾ അവർ അയ്യോ എന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്നെ ഉപേക്ഷിച്ച് പോകുമോ മകൻ അല്ലെങ്കിൽ മകള്. എപ്പോഴും ദത്ത് നിർത്താനൊക്കെ നോക്കാറുണ്ട് അമ്മമാർ. അമ്മ ഒറ്റയ്ക്കാണ്, അപ്പോൾ എന്നെ വിവാഹം കഴിക്കുന്ന പുരുഷൻ എൻ്റെ അമ്മയുടെയും എൻ്റെയും കാര്യം നോക്കണം, ഞങ്ങളുടെ വീട്ടിൽ നിൽക്കണം, വേറെ പുരുഷന്മാരൊന്നുമില്ല, അച്ഛനില്ല, അങ്ങനത്തെ സിറ്റുവേഷൻ വരാറുണ്ട്. അതുപോലെ തന്നെ ഇതൊരു മെയിൽ എനർജി ആണെങ്കിൽ അമ്മയ്ക്ക് ചില സമയത്ത് അവർക്കൊരു സംശയം എന്ന് വെച്ചാൽ മരുമകൾ വന്നു കഴിഞ്ഞാൽ ഇനി മകനെ തട്ടിയെടുക്കുമോ, എന്നോടുള്ള സ്നേഹം കുറയുമോ. അതൊക്കെ സ്റ്റുപ്പിഡിറ്റിയാണ്. എന്നാലും അതെന്ന് വെച്ചാൽ അവർ മകൻ്റെ കാര്യം ഓർക്കുന്നില്ല. പാവം മകൻ, അവനൊരു ഫ്യൂച്ചർ വേണം, അവനൊരു ജീവിതം വേണം എന്നല്ല, അവൻ സ്നേഹിക്കുന്ന ആളെ വിവാഹം കഴിച്ചോട്ടെ എന്നല്ല. അവർ സ്വാർത്ഥതയായിട്ടുണ്ട്. കുറച്ച് സെൽഫിഷായ ഒരു ഫീമെയിൽ എനർജി ഇവിടെ ഉണ്ട്. അതുപോലെ നിങ്ങളാണെങ്കിൽ ഫീമെയിൽ എനർജി ഇവിടെ കാണിക്കുന്ന നിങ്ങളുടെ ഈ പേഴ്സൻ്റെ അമ്മയല്ലാതെ വേറെ കാണിക്കുന്ന ഫീമെയിൽ എനർജി സ്വന്തം കാര്യം നോക്കാൻ കഴിവുള്ളതാണ്. ചിലപ്പോൾ ആ പേഴ്സണേക്കാളും മുതിർന്നതോ അത് പ്രായവ്യത്യാസം നല്ലോണം ഉള്ള ഒരു എനർജി ആയിരിക്കാം. പുറത്തൊക്കെ വർക്ക് ചെയ്ത് നല്ല പൈസ ഉള്ള ഒരു എനർജി ആയിരിക്കാം. എന്തായാലും ഇതിനിടെ പെട്ടുപോയ നിങ്ങളുടെ പേഴ്സൺ പെട്ടുപോയി. അതുകൊണ്ടാണ് ഒരു തീരുമാനമെടുക്കാതെ ഈ പേഴ്സൺ ഇറങ്ങിപ്പോയത്. നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല, മനസ്സിലായോ? അപ്പോൾ ഒരു ഹൈ പ്രീസ്റ്റസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻസെക്യൂരിറ്റിയാണ് അവിടെ. അപ്പോൾ ഈ പേഴ്സണ് വന്ന ഇൻസെക്യൂരിറ്റിയിൽ നിന്നാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ അവസാനം, മനസ്സിലായോ? ചിലപ്പോൾ ഇവർ ഭയങ്കര ചില സ്ത്രീകളായാലും പുരുഷന്മാർ അത്രയും അങ്ങനെ ഇതാവാറില്ല. സ്ത്രീകൾ ഏതു നേരം അമ്പലത്തിൽ പോവുക, ഏതു നേരം പൂജ, പക്ഷെ ചെയ്യുന്നതെല്ലാം നെഗറ്റീവായിരിക്കും. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയണത്. എന്ന് വെച്ചാൽ പള്ളിയോട് അടുക്കും തോറും ദൈവത്തിൽ നിന്ന് അകലേന്ന്, മനസ്സിലായി? അപ്പോൾ പള്ളിയിൽ പോകുക എന്നതാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവിടെ നമ്മൾ എന്ത് പ്രാർത്ഥിക്കുന്നു, അവിടെ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതൊന്നുമല്ല, മനസ്സിലായി? അതെല്ലാം ഘടകവിരുദ്ധമായിട്ടാണെന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പം അത് നോക്കുമ്പോൾ നമ്മൾ ഇസ്ലാമിൽ നോക്കുമ്പോൾ അവർക്ക് പള്ളി പോകണമെന്നില്ല, വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം. പള്ളി ശരിക്കും പറഞ്ഞാൽ ഒരു കോൺഗ്രിഗേഷനാണ്, കൂടെ ചേരുന്ന സ്ഥലമാണ് പള്ളി. പള്ളിയിൽ അവർ അള്ളാഹുവിനെ വെച്ച് ആരാധിക്കുന്നില്ല. അള്ളാഹു പ്രപഞ്ചത്തിൽ മൊത്തമുള്ള ആളാണ്. അപ്പം ഇവർ എല്ലാവരും അവിടെ ചെന്ന് ചേരുന്നത് ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അതിനിടയ്ക്ക് അവിടുത്തെ ഉസ്താദാന്ന് തോന്നുന്നു ഖുറാനിലുള്ള കുറേ കാര്യങ്ങൾ സംസാരിക്കുക, നല്ല കാര്യങ്ങൾ, ഇതൊക്കെയാണ് പള്ളിയിൽ നടക്കുന്നത്. മുസ്ലിം പള്ളികളിൽ, ക്രിസ്ത്യൻ പള്ളികളിലും അതുപോലെ തന്നെ പ്രാർത്ഥനയും പിന്നെ അവിടെയും ബൈബിളിനെ കുറിച്ചിട്ടുള്ള സംസാരങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലായിടത്തും നന്മയാണ് പറയുന്നത്. പക്ഷേ എന്താ പറ്റുക, ഇവിടെ പിന്നെ മുസ്ലിം പള്ളികൾ ആണുങ്ങൾ മാത്രമേ ഉള്ളൂ.
അമ്പലത്തിലും ക്രിസ്ത്യൻ പള്ളിയിലും ഞാനൊരു ദിവസം അമ്പലത്തിൽ പോയപ്പോൾ അവിടെ നിൽക്കുന്നത് രണ്ട് സ്ത്രീകൾ തമ്മിൽ കണ്ടുമുട്ടി സംസാരിക്കുന്നത്. ഞാൻ അമ്പലത്തിൻ്റെ അകത്ത് നിൽക്കുകയാണ് കേട്ടോ. ആ രണ്ട് സ്ത്രീകൾ സംസാരിക്കണ മരുമകളെ കുറിച്ച് കുറ്റം പറയുകയാണ്. അമ്പലത്തിൻ്റെ അകത്ത് നിന്നിട്ട് രണ്ട് സ്ത്രീകൾ അവരുടെ മരുമക്കളെ കുറിച്ച് കുറ്റം പറയുകയാണ്. അപ്പോൾ ഇവരെന്തിനാ അമ്പലത്തിൽ പോകണം? മനസ്സിലാവണം. കുറ്റം പറയാനാണെങ്കിൽ ഫോണിൽ വിളിച്ച് പറഞ്ഞു. അമ്പലത്തിൽ പോയിട്ട് ദൈവം ഉണ്ടെന്നാണ്, നമ്മൾ വെച്ച് ആരാധിക്കുന്നവരാണ് ഹിന്ദുക്കൾ. അപ്പോൾ നമ്മൾക്ക് അമ്പലത്തിൽ പോയേ പറ്റുള്ളൂ. കാരണം നമ്മളുടെ ദൈവത്തിനെ അവിടെ വെച്ച് ആരാധിക്കണം, അവിടെ ചെന്ന് പ്രാർത്ഥിക്കണം, കാണാൻ. മനസ്സിലായോ? അപ്പോൾ ക്രിസ്ത്യൻസിനും അവർക്ക് അങ്ങനെ വെച്ചാരാധന അത്രയും ഇല്ലെങ്കിലും അവർക്കും ഉണ്ട്. തൊട്ട് പ്രാർത്ഥിക്കാം, സെയിൻസ് പുണ്യാളന്മാരുണ്ട്, പിന്നെ കർത്താവുണ്ട്, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് അപ്പോൾ ദൈവത്തിൻ്റെ ഒരു വീട് പോലെയാണ് പള്ളി, ക്രിസ്ത്യൻ പള്ളിയും അമ്പലവും. അള്ളാഹുവിൻ്റെ ഇതിൽ മുസ്ലിംസിൻ്റെ ഇതിന് അതൊരു കൂട്ടായ്മയാണ്. മനസ്സിലാവണം. അപ്പോൾ അതാണ് വ്യത്യാസം. നമ്മൾ പോയില്ലെങ്കിൽ, പള്ളിയിൽ പോയില്ലെങ്കിലും മുസ്ലിംസിന് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം, 5 നേരം നിസ്കരിക്കാം. കാബയുടെ അങ്ങോട്ട് നോക്കി ആ സൈഡിലേക്ക് നോക്കിയിട്ട് പ്രാർത്ഥിച്ചാൽ മതി അവർക്ക്. അതൊരു വലിയ കാര്യമാണ് അവിടെ പറയുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ നമ്മൾ എവിടെ പോകുന്നു എന്നല്ല, നമ്മൾ എന്ത് ചെയ്യുന്നു എന്നാണ് മാറ്റർ ചെയ്യുന്നത്. ഇവർ സ്ഥിരമായിട്ട് അമ്പലത്തിലോ പള്ളിയിലോ എവിടെയോ പോകുന്ന ഒരു എനർജി, ഫീമെയിൽ എനർജിയിൽ, ചിലപ്പോൾ ഫീമെയിൽ എനർജിയുള്ള ഒരു അച്ഛനുമാകാം കേട്ടോ. അപ്പോൾ ആ ഒരു എനർജിയിലുള്ള ഒരാൾ ഭയങ്കര ഭക്തിയാണ്, ഭയങ്കരമായിട്ട്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. നമ്മളുടെ മതഗ്രന്ഥങ്ങൾ, അത് ഏത് മതമായിക്കോട്ടെ, ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുമ്പോൾ നമ്മളുടെ മതഗ്രന്ഥങ്ങൾ ഒരിക്കലും നമ്മളെ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ പഠിപ്പിക്കില്ല. അത് നമ്മളെടുക്കുന്ന ഡെറിവേഷൻസ് ആണ്. അപ്പോൾ ദൈവം ഒരിക്കലും നമ്മളെ മറ്റുള്ളവരെ, കാരണം എല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്, അല്ലേ? അപ്പോൾ ഇവിടെ ചിലർ നമ്മൾ ഭയങ്കരമായിട്ട് ജ്ഞാനികളാണെന്ന് പറയുകയും ചെയ്യും. വാ തുറന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരെ കുറിച്ച്, മറ്റു ജാതികളെ കുറിച്ച് തെറ്റി പറയുക, അവിടെ അങ്ങനെ ഒരാളില്ല, ഈ ആളാണ് മെയിൻ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നവരുണ്ട്. അപ്പോൾ ഇത് എങ്ങനത്തെ ഒരു എനർജിയാണ്? ഈ പേഴ്സൺ പഠിച്ചത് എന്താണ്, ഈ പേഴ്സൺ പറയുന്നത് എന്താണ്, ഇതിനൊന്നും ഈ പേഴ്സൺ ഒരു ബോധവുമില്ല. ഈ നമ്മൾ കാണാപ്പാഠം പഠിച്ചിട്ട് ഛർദ്ദിക്കില്ല, അതുപോലെയുള്ള പരിപാടിയാണ്. അല്ലാതെ അത് എന്നാണ് നമ്മൾ അറിയുന്നത്, അറിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ വിശ്വസിക്കില്ല ഈ പേഴ്സൺ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതായിട്ട്. കാരണം അയ്യോ, അമ്പലത്തിൽ പോകുന്ന ആളാണ്, പള്ളിയിൽ പോകുന്നതാണ്, ഒരു നിസ്കാരവും മുടക്കാത്ത ആളാണ്. മനസ്സിലായി? ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല, ഒരു മതത്തിനെയും കുറ്റപ്പെടുത്തല്ല. എല്ലാ മതവും എനിക്കിഷ്ടമാണ്. എല്ലാം നമ്മൾ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിൽ നിന്ന് എന്തെടുക്കുന്നത്? എനിക്ക് ഒരിക്കലും നിങ്ങളുടെ മതം കൊള്ളില്ല, ചീത്തയാണെന്ന് പറയാനുള്ള അധികാരമില്ല. കാരണം എനിക്കറിയില്ല എൻ്റെ മതം ശരിയാണോ, എനിക്കറിയില്ല സത്യം. മനസ്സിലായി? അപ്പോൾ എല്ലാത്തിൽ നിന്നും പഠിപ്പിക്കുന്ന കാര്യം നമ്മൾ എടുക്കുക. അല്ലെങ്കിൽ ഞാൻ കൊള്ളില്ല എന്ന് എനിക്ക് പറയാം, എനിക്കറിയാം ഞാൻ എന്താണ്. പക്ഷെ നിങ്ങൾ കൊള്ളില്ല എന്ന് ഞാനെങ്ങനെ പറയാം? എനിക്കറിയില്ല നിങ്ങൾ ആരാന്നല്ലേ? അതുപോലെയാണ് മതങ്ങളും എല്ലാ കാര്യങ്ങളും. അത് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ഒരു എനർജിയാണ് ഈ പേഴ്സൺ പറയുന്നത്. ഈ പേഴ്സൺ ചെയ്യുന്നതൊന്നും ആരും അറിയില്ല. ഭയങ്കര മിണ്ടാപ്പൂച്ച ഒരു സാധനമാണ്. പുറമെ കാണുമ്പോൾ അയ്യോ പാവം കേട്ടോ എന്ന് തോന്നുന്ന ഒരു എനർജിയാണിത്. അപ്പോൾ ഈ പേഴ്സണാണ് നിങ്ങളുടെ ലൈഫിൽ പ്രശ്നം ഉണ്ടാക്കിയത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നല്ല, ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇപ്പം നല്ല നിലയിലാണ്. പക്ഷെ ഭയങ്കര റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. വിവാഹം കഴിച്ചിട്ടുണ്ട് ഈ പേഴ്സൺ. ഇപ്പം വിവാഹിതയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര പൈസയാണ്, ഭയങ്കര പൈസ എന്ന് പറഞ്ഞാൽ ഭയങ്കര പൈസയാണ്. അപ്പോൾ പക്ഷേ വിവാഹ ജീവിതത്തിനേക്കാളും കൂടുതൽ ഈ പേഴ്സൺ പണം ഉണ്ടാക്കുന്നതിലാണ് ശ്രദ്ധിക്കുന്നത്, ജോലിയിലാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സൺ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിലും അതിൽ അത്ര വലിയ ഹാപ്പി അല്ലെന്ന് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായി? ഇവിടെ എംപററെ കാണി, ഇതൊരു അച്ഛനാവാൻ വഴിയുണ്ട്. ഇത് അമ്മയും അച്ഛനുമാണ്, എംപ്രസും എംപററുമാണ്. അപ്പോൾ അമ്മയും അച്ഛനുമാണിത്. അതുപോലെ തന്നെ ഈ പേഴ്സൺ അപ്പോൾ അച്ഛൻ്റെയോ അമ്മയുടെയോ വാക്ക് കേട്ടിട്ട് നിങ്ങളെ വേണ്ടാന്ന് വെച്ചൊരു എനർജിയാണ്. ഞാൻ നോക്കുന്നത് ഇതാണ്. 4 of Wands എന്താണ് കാണിക്കുന്നത്? 4 of Wands, ഈ പേഴ്സൺ മാരീഡ് ആണ്. പക്ഷേ ഈ പേഴ്സണ് കല്യാണം കഴിച്ച ആളോട് സ്നേഹമൊന്നുമില്ല. ജോലിയിലാണ് ഏത് നേരം, അവർ കടമ നിർവഹിക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ പേഴ്സണ് ഭാര്യയോടോ, ആരെയാണോ വിവാഹം കഴിച്ചിരിക്കുന്നത് അവരോടോ, ഭാര്യയോടോ ഭർത്താവോ ആരോ ആയിക്കോട്ടെ, അവരോട് അത്ര സ്നേഹമൊന്നുമില്ല. ഒരു കടമ നിർവഹിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ വാക്ക് കേട്ടതിൽ ഈ പേഴ്സൺ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അച്ഛൻ്റെയോ അമ്മയുടെയോ വാക്ക് കേട്ട് നിങ്ങൾ ഉപേക്ഷിച്ചതിൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ.
പക്ഷേ ഇപ്പോൾ വിവാഹം കഴിച്ചിട്ടുണ്ട് ഈ പേഴ്സൺ, പക്ഷേ ആ പേഴ്സണോട് അത്ര ഹാപ്പി അല്ല. ഒരു റീകൺസിലിയേഷൻ ഇവിടെ പോസിബിൾ ആണോ ഭഗവാനെ? ഇവിടെ ഒരു റീകൺസിലിയേഷൻ പോസിബിൾ ആണോ? അല്ല, ഈ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ മാരീഡ് ആണോ അറിയില്ല എനിക്ക്. എന്തായാലും ഈ പേഴ്സൺ ഒരു എല്ലാത്തിൽ നിന്ന് അകന്ന് നിൽക്കാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഒന്നിലേക്കും അങ്ങോട്ട് ഇമോഷണൽ ഒരു തരത്തിലുള്ള അറ്റാച്ച്മെൻറ്റും ഈ പേഴ്സൺ അതിന് പോകുന്നില്ല. ഇപ്പോഴും അച്ഛനോ അമ്മയോ ആരാണാവോ പറയുന്നത് കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനും ഇവരുടെ അമ്മയും, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയും ഇവരുടെ അച്ഛനും തമ്മിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവും. രണ്ടുപേരും ഈഗോ ഉള്ള ആളാകുമ്പോൾ ഇടയ്ക്ക് നിങ്ങളാണ് പെട്ടുപോയത്. മനസ്സിലാവുണ്ടോ? അങ്ങനെയും ആകാം ഇവിടെ. എന്തായാലും ഈ പേഴ്സൺ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട്, നിങ്ങളുടെ തെറ്റല്ല, ഈ പേഴ്സൻ്റെ തെറ്റാണ്. ഈ പേഴ്സൺ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളിൽ നിന്ന് ഇമോഷണൽ ഡിറ്റാച്ച് ചെയ്തു. അതുപോലെ 2 ഓഫ് കപ്സ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഈ 2 ഓഫ് കപ്സ് ഇവിടെ കണ്ടില്ലേ നിങ്ങൾ? ഓവറോൾ എനർജി അത് റിവേഴ്സ് ആണ്. ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നോ സംസാരിക്കണമെന്നോ നിങ്ങളുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ളൊരു കണക്ഷൻ വേണമെന്നോ ആഗ്രഹിക്കുന്നേ ഇല്ല ഈ പേഴ്സൺ. ഇത് വർഗമാണ്, കംപ്ലീറ്റ് ആയിട്ട് ഡിറ്റാച്ച് ചെയ്തേക്കാണ് നിങ്ങളിൽ. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ കാത്തിരിക്കുകയാണെങ്കിൽ അത് വെറുതെയാണ്, വേസ്റ്റ് ആണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നമുക്ക് എന്തായാലും യൂണിവേഴ്സിനോട് നമുക്കൊരു ഗൈഡൻസ് ചോദിക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്താണ് ഭഗവാനെ മൂന്നാമത്തെ കാർഡ് എടുത്തവർക്കുള്ള ഗൈഡൻസ് എന്താണ് ഭഗവാനെ? മൂന്നാമത്തെ കാർഡ് എടുത്തവർക്കുള്ള ഗൈഡൻസ് എന്താണ്? കാർഡ് ഭസ്മാസുരനെയാണ് കാണിച്ചത്. നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാനായിട്ട് യൂസ് ചെയ്യരുതെന്നാണ് കാർഡ് പറയുന്നത്. പക്ഷെ അത് മറിഞ്ഞു പിന്നെ. അപ്പം അത് ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് അതൊന്ന് പറഞ്ഞതാണ്. നമുക്ക് വേണ്ടത് നേരെ മറിയുന്ന കാർഡ്, ശരിക്കും നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ് നമ്മൾ നോക്കുന്നത്. കാർഡ് വീഴുന്നില്ല കേട്ടോ. ഇവിടെ ഏറീസും കൂടി ഉണ്ട് കേട്ടോ. ഇത് ഏറീസാണ്, സോഡിയക്സ് നിങ്ങളോട് പറഞ്ഞതാണ്. എംബ്രേസ് ലൈറ്റ് ആൻഡ് സൗണ്ട്, ഓപ്പൺ ടു ഡിവൈൻ ഗൈഡൻസ്. അപ്പോൾ നിങ്ങൾ ഡിവൈൻ ഗൈഡൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം എന്നാണ് പറയുന്നത്. പേ അറ്റൻഷൻ ടു ഡിവൈൻ സയൻസ് ഡ്യൂറിങ് മെഡിറ്റേഷൻ. നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യണം. മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നലുകൾ ഉണ്ടാവും. മനസ്സിലിരുന്ന ആൾക്കാർ സംസാരിക്കും. നിങ്ങളിപ്പോൾ കാണാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് അറിവാകും എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ദൈവത്തിനോടുള്ള കണക്ഷനും കൂടിയാണ് ഈ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദൈവത്തിനോടുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ, ഇപ്പോൾ ദൈവത്തിനോട് നമ്മളൊരു ചോദ്യം ചോദിക്കാമെന്ന് വെച്ചാൽ ദൈവം നേരിട്ട് വന്നിട്ട് ഇന്നത് ചെയ്യണം എന്ന് പറയില്ല. തോന്നലുകളാണ്, നമ്മൾക്ക് സൈനുകളാണ് കിട്ടുക. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പോസിബിൾ അല്ല. എനിക്ക് ചില സമയത്ത് മെഡിറ്റേഷൻ കറക്റ്റ് ഇത് കിട്ടാറുള്ളൂ, എപ്പോഴും കിട്ടാറില്ല, പോസിബിൾ അല്ലാതെ എന്നാണ് എൻ്റെ അനുഭവം. എന്നുവെച്ചാൽ നമ്മൾ കോൺസെൻട്രേറ്റ് എപ്പോഴും ഡിസ്ട്രാക്ഷൻസ് വരും, പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് കയറി വരും. അതുപോലത്തെ ഒരു വളരെ ശാന്തമായ സ്ഥലത്ത് ഇരുന്നാലും മനസ്സ് ഭയങ്കര ചഞ്ചലമാണ് നമ്മുടെ. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യണം എല്ലാവരും എന്ന് പറയുന്നത് ശരിയല്ല. എന്ന് വെച്ചാൽ മിക്കവർക്കും ചെയ്യാൻ പറ്റാറില്ല. എന്നാലും നമ്മൾ കണ്ണ് തുറന്ന് വെക്കുക. കണ്ണുണ്ടായാൽ മാത്രം പോലെ കാണുകയും വേണം, അത് വേറൊരു കാര്യം. മനസ്സിലാവണ്ടോ? നമ്മളുടെ മുമ്പിൽ എത്രയോ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് ഓരോ നിമിഷവും. മനസ്സിലായോ? പക്ഷേ നമ്മൾക്കത് മനസ്സിലാകാറില്ല. കാരണം നമ്മൾ കാണുന്നു, പക്ഷെ എന്താണ് നടക്കുന്നതെന്ന് നമുക്കറിയില്ല. കാരണം നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുക. വീട്ടിലെ പദാർത്ഥം വീട്ടിൽ ചെന്നിട്ട് വേണം, ജോലി കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് ഫുഡ് ഉണ്ടാക്കണം. ഉണ്ടാക്കും, കൊച്ചു ഇത് വേണ്ടാന്ന് പറയും, ഹസ്ബൻഡ് അത് പറയും. ഭർത്താക്കന്മാരാണെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ പ്രശ്നങ്ങളുണ്ട്, അതുണ്ടായി ഇതെന്നൊക്കെ നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് പോണേ. അപ്പം നമ്മളുടെ മുമ്പിൽ നമ്മൾക്ക് അത്ഭുതങ്ങൾ നടന്നാലും നമ്മൾ കാണാറേയില്ല, അല്ലേ? അപ്പോൾ ആദ്യം അത്ഭുതങ്ങളിൽ വിശ്വസിക്കുക. എപ്പോഴും നമ്മളുടെ മുമ്പിൽ അത്ഭുതങ്ങൾ നടക്കുന്നത് നമ്മൾ അതിൽ വിശ്വസിക്കുക. പിന്നെ ഇപ്പോൾ ആരെങ്കിലും പറഞ്ഞാണ് എന്താ പറയുക, മാതാവിൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു, മാതാവിൻ്റെ കണ്ണിൽ നിന്ന് ബ്ലഡ് വന്നു, ആയിക്കോട്ടെ, എന്തുകൊണ്ട് പാടില്ല? നമ്മൾ വിശ്വസിക്കുന്ന ദൈവമല്ലേ.
ദൈവത്തിന് എന്താ ചെയ്തുകൂടാത്തത്? അപ്പം നമ്മൾ ചോദ്യം ചെയ്യുന്നതിന് പകരം ആയിരിക്കും, ശരിയായിരിക്കും, പോസിബിൾ ആയിരിക്കും. നമ്മൾ ആ ഒരു വിശ്വാസത്തിലേക്ക് വരുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ മഹാത്ഭുതങ്ങൾ നടക്കും. നമ്മളുടെ ജീവിതത്തിൻ്റെ വഴി തന്നെ മാറും. വിശ്വസിക്കണം. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത്, അതൊരു ആഡിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഇതായിട്ട് പറഞ്ഞ വിശ്വാസം അതല്ലേ എല്ലാം എന്ന് പറഞ്ഞത് വളരെ സത്യമാണ്. നമ്മൾ വിശ്വസിക്കുക, ഉറച്ച് വിശ്വസിക്കുക. മനസ്സിലാണോ? അപ്പോൾ വ്യത്യാസങ്ങൾ വരും നമ്മളുടെ ജീവിതത്തിൽ. അപ്പോൾ അതാണ് പറയുന്നത്, നിങ്ങൾ ആദ്യം വിശ്വസിക്കുക, കാണുക, വിശ്വസിക്കുക, കാണുന്ന കാര്യങ്ങളെ വിശ്വസിക്കുക. എന്നുവെച്ചാൽ നിങ്ങളുടെ ബോയ് ഫ്രണ്ട് ആരുടെ കൂടെ അതിനല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾ ഉത്തരങ്ങൾ അന്വേഷിച്ച് നടക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങളുണ്ട്. ഉത്തരങ്ങൾ അന്വേഷിച്ച് നടക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനുള്ള നിങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്, നമ്മൾ കാണുന്നില്ല, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും തന്നത്, ഈ ഇത്രയും ഡയലോഗ്സ് അടിച്ചത് സോറി ഒന്നും വിചാരിക്കരുത്. പെട്ടെന്ന് എനിക്കങ്ങനെ പറയണം തോന്നി. ഞാൻ 2 ദിവസം മുമ്പ് ഒരു സീരിയലിൻ്റെ എപ്പിസോഡ് കണ്ടു. പേരൊന്നും പറയുന്നില്ല, പിന്നെ അത് ഞാൻ അവരെ പ്രൊമോട്ട് ചെയ്യാമെന്ന് വിചാരിക്കും. അതല്ല, ഒരു സീരിയലിൻ്റെ എപ്പിസോഡ് കണ്ടപ്പോൾ നമ്മുടെ മഹാബലി തമ്പുരാൻ വന്നിട്ട് അപ്പോൾ ആ കാണുന്ന ആൾക്ക് അപ്പം ദൈവം നമ്മളുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ ദൈവമാണ്, ഞാൻ ശ്രീകൃഷ്ണനാണ്, ഞാൻ ശിവനാണ്, ഞാൻ അള്ളാഹുവാണ്, ഞാൻ കർത്താവാണ്, മനസ്സിലായോ എന്ന് പറഞ്ഞാൽ യഹോവയാണ് എന്നൊക്കെ നമ്മളോട് പറഞ്ഞാൽ പിന്നെ നമ്മൾ പറയും വേറെ പണിയില്ല, കള്ളത്തരം, വേറെ എന്തെങ്കിലും ഡിജിറ്റൽ പരിപാടി ആയിരിക്കും, AI ആയിരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പുച്ഛിക്കും. പക്ഷെ ഒരു നിമിഷം പോലും അത് ദൈവമാണെങ്കിലും ദൈവത്തിന് പോലും ആ സീരിയലിൽ ഈ മഹാബലി വന്നിട്ട് ഈ പേഴ്സൻ്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുക. അപ്പം പറയും ആരാണെന്ന് ചോദിക്കും, പറയും ഞാൻ മഹാബലിയാണ്, ഞാൻ പാതാളത്തിൽ നിന്ന് വന്നാന്നിരിക്കും. പിന്നെ അപ്പോൾ ഈ പുള്ളി പറയും പിന്നെ കള്ളത്തരമാണെന്ന് പറയും. എന്നിട്ട് മഹാബലിക്ക് പ്രൂവ് ചെയ്യേണ്ട വരുന്നു. ദൈവത്തിന് നമ്മളുടെ അടുത്ത് വന്നിട്ട് ദൈവം പ്രൂവ് ചെയ്യേണ്ട നിലയിലേക്കാണ് വന്നേക്കുന്നത്. ഞാൻ ദൈവമാണെന്ന് ദൈവം പ്രൂവ് ചെയ്യണം നമ്മളോട്. മനസ്സിലാവുണ്ടോ? വെറുതെയാണ് ദൈവങ്ങൾ നമ്മൾ അടുത്ത് വരാത്തത്. ഇതൊക്കെയാണ് കാര്യം. അപ്പോൾ വിശ്വസിക്കുക കേട്ടോ. അപ്പോൾ ഇതോടെ ഞാൻ ഗൈഡൻസ് ഒക്കെ പറഞ്ഞല്ലോ അല്ലേ. അപ്പോൾ ഇതോടെ നിങ്ങളുടെ ഫൈനൽ റീഡിങ്ങും കഴിഞ്ഞു. ഇനി വേറൊരു റീഡിങ്ങുമായി വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ദൈവം തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ. ബൈ ബൈ.